ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ഏകദേശം 2 ആഴ്ചകൾക്ക് ശേഷം ആവണി മെഴുതിരിവെട്ടം എന്ന ആയുഷ്മാന്റെ ബ്ലോഗ് ഓപ്പൺ ചെയ്തു. അവന്റെ യാതൊരു മെസ്സേജും ഇല്ല എന്നത് അവളെ അതിശയിപ്പിച്ചു. എന്താവും കാരണം? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അവന് താല്പര്യമില്ലല്ലോ എന്നത് അവൾ ഓർത്തു. അവൾ ലാപ്പ് അടച്ചു വെച്ചു. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്ന് ദേവൻ അവളോട് പറഞ്ഞിരുന്നു. വീട്ടുകാരുടെ സ്നേഹത്തോടെയും അല്പം സങ്കോചത്തോടെയുമുള്ള പെരുമാറ്റത്തിൽ നിന്നും അവർക്ക് തന്നെക്കുറിച്ചുള്ള ആശങ്ക അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, താൻ കാരണം ഇനിയും ഒരു പ്രോബ്ലം ഉണ്ടാവരുതെന്ന് അവൾ നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ ആയുഷ്മാനെ മറന്നു കളയാൻ അവൾ തീരുമാനിച്ചു. അവൾ മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ മിഴിവോടെ അവൻ അവളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ദേവേട്ടനെ പോലും ആക്രമിക്കാൻ മാത്രം ആയുഷ്മാൻ തന്നിൽ വേരുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? വീണ്ടും മനസ്സ് കൈവിട്ടു പോയാൽ എന്താണ് ഇതിനൊരു പരിഹാരം? ആർക്കാണ് തന്നെ സഹായിക്കാൻ കഴിയുക? ദേവന്റെ മുഖമാണ് ആദ്യം അവളുടെ മനസ്സിൽ തെളിഞ്ഞത്. പക്ഷെ ദേവേട്ടൻ ഇത്തവണ തനിക്കൊപ്പം നിൽക്കില്ലെന്ന് അവൾക്ക് തോന്നി. താൻ ആയുഷ്മാനെ കണ്ടെത്താതിരിക്കാൻ ദേവേട്ടൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യും. ദേവേട്ടനെ മറികടന്ന് ആയുഷ്മാനെ കണ്ടെത്താൻ തനിക്ക് കഴിയില്ല. പെട്ടെന്നൊരു മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആയുഷ്. അവന് ചിലപ്പോൾ സഹായിക്കാൻ കഴിയും. അല്ല, അവനെക്കൊണ്ട് പറ്റും. അവനൊരു ജേർണലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അവൾ ഫോൺ എടുത്ത് ആയുഷിന്റെ നമ്പർ സെലക്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ആവണി, നിനക്ക് എന്താ പറ്റിയത്? ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ എത്ര ടെൻഷനായെന്നോ. എന്താ ഇത്രയും ദിവസം വിളിക്കാതിരുന്നേ? ഓ, എല്ലാം കൂടി ഒരുമിച്ച് ചോദിച്ചാ ഞാൻ ഏതിനാ ഏട്ടാ ഉത്തരം പറയാ? നീ ഏതെങ്കിലുമൊക്കെ പറയ്. ഓക്കെ ആയോ നീ? ഒരു 50% ഓക്കെ ആയി. എന്താ ഒരു 50%? ആക്ച്വലി നിനക്ക് എന്താ പറ്റിയത്? പറയാം, എല്ലാം പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ ആവശ്യപ്പെടുന്ന സഹായം എനിക്ക് ചെയ്തു തരണം. നീ പറയ്. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഷുവറായും ചെയ്തു തരും. ഒരു നിശ്വാസത്തോടെ എല്ലാം അവൾ അവനോട് പറഞ്ഞു തീർത്തു. ഒരു കഥ കേട്ടിരിക്കുന്നത് പോലെ അവനത് കേട്ടിരുന്നു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നേരാണോ? വിശ്വാസമില്ലെങ്കിൽ വിട്ടേക്ക്. അവളുടെ വാക്കുകളിലെ നിരാശ തിരിച്ചറിഞ്ഞ് അവൻ പറഞ്ഞു. എന്താ ഇതാവണി? നിനക്കിപ്പോ ആയുഷ്മാനെ കണ്ടെത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കണ്ടെത്തി തരാം. മതി. എത്രയും നേരത്തെ വേണം? ഷുവർ, ഞാൻ വിളിക്കാം. കോൾ കട്ടായി. 2 ദിവസങ്ങൾക്ക് ശേഷം ഫോൺ റിങ് ചെയ്തതും ആയുഷ് കോൾ അറ്റൻഡ് ചെയ്തു. ഹാ സന്ദീപ്, എനി ഡീറ്റെയിൽസ്? യെസ് സർ, ആയുഷ്മാൻ. ദാറ്റ്സ് ഹിസ് പെൻ നെയിം. ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ സന്ദീപ്, താങ്ക് യു. മൈ പ്ലഷർ സർ. ആയുഷ് ജിമെയിൽ ഓപ്പൺ ചെയ്തു. സന്ദീപ് അയച്ച മെയിലിൽ ക്ലിക്ക് ചെയ്തു. ആരാണ് ആയുഷ്മാൻ എന്നറിയാൻ ആകാംക്ഷയോടെ അവൻ ഉറ്റുനോക്കി. ഒരു നിമിഷത്തേക്ക് അവന്റെ ഹാർട്ട് ബീറ്റ് നിലച്ചുപോയി. അടുത്ത നിമിഷം പെരുമ്പറ കൊട്ടും പോലെ ഹൃദയമിടിപ്പ് അവന്റെ തന്നെ കാതുകളിൽ വന്നലച്ചു. ഓ ഗോഡ്, ഇവനാണോ ആയുഷ്മാൻ? ഒരു മന്ത്രം പോലെ അവന്റെ ചുണ്ടുകൾ ചലിച്ചു. കണ്ടത് സത്യമെന്നുറപ്പിക്കാൻ അവൻ കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്നു. അതെ, ആയുഷ്മാന്റെ ബ്ലോഗ് അരിച്ചു പെറുക്കി വായിച്ചിട്ടുള്ള അവൻ ഉറപ്പായി. ആയുഷ്മാൻ ഇവൻ തന്നെ. തന്റെ പ്രതീക്ഷകളെ മുഴുവൻ തെറ്റിച്ചിരിക്കുന്നു. ഈ വിവരം അറിയിക്കാനായി ഫോൺ എടുത്ത് ആവണിയെ വിളിക്കാൻ തുടങ്ങിയ അവൻ പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചു. അവളോട് എങ്ങനെയാണിത് പറയുക? അവൾ എങ്ങനെ പ്രതികരിക്കും? ദേവൻ ആവണിയെ ആയുഷ്മാനിൽ നിന്നും തടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. പക്ഷെ പറയാതെ വയ്യ. ആയുഷ് ഫോൺ എടുത്ത് ആവണിയെ വിളിച്ചു. ആയുഷ്മാനെ കണ്ടെത്തിയോ? ആവണി. അവനൊന്ന് അറച്ചു. പറയൂ ഏട്ടാ. ഏട്ടാ എന്ന ആ വിളി. യെസ്, കണ്ടെത്തി. ഒരു വിറയിൽ അവളിൽ കൂടി കടന്നുപോയി. ആയുഷ്മാൻ ആരാണെന്ന് നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? അതാണ് നിനക്ക് നല്ലത്, നിന്റെ തറവാടിനും. ഒരു നിമിഷം മൗനം പാലിച്ചെങ്കിലും അവൾ തുടർന്നു. എനിക്ക് അറിഞ്ഞേ പറ്റൂ. ശരി, പക്ഷെ നീ എന്നെ വിശ്വസിക്കുമോ എന്നെനിക്ക് ഉറപ്പില്ല. എനിക്ക് വിശ്വാസമാണ്.
പക്ഷേ ആയുഷ്മാൻ അത് നിഷേധിച്ചാൽ? അയാൾ നിഷേധിച്ചതുകൊണ്ട് എന്ത് കാര്യം? സത്യം അങ്ങനെ അല്ലാതാവില്ലല്ലോ. നീ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്ത് സംഭവിച്ചാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. അവളുടെ ശബ്ദം ദൃഢമായി. എങ്കിൽ നിനക്ക് മുൻപിൽ മാത്രമല്ല, ഈ ലോകത്തിന് മുൻപിൽ ഞാൻ വെളിപ്പെടുത്താം ആയുഷ്മാനെ. അവൾക്ക് അവൻ പറഞ്ഞത് മുഴുവനായും മനസ്സിലായില്ലെങ്കിലും അവൾ സമ്മതിച്ചു. ഒരു 1 വീക്ക് കാത്തിരിക്കണം, ഓക്കെ ആണോ? ഇത്രയും നാൾ കാത്തില്ലേ? ഒരാഴ്ച കൂടി ഞാൻ കാക്കാം. ശരി. കോൾ കട്ടായി. ആയിഷിന്റെ മുഖത്ത് വരാൻ പോകുന്ന ആപത്തിന്റെ അടയാളം എന്ന പോലെ ഭയം ഉരുണ്ടുകൂടാൻ തുടങ്ങി. കാത്തിരിപ്പിന്റെ ഒരാഴ്ചയിലേക്കുള്ള 1ാമത്തെ ദിവസത്തിന്റെ വൈകുന്നേരം ആവണിയുടെ ഫോണിലേക്ക് ആയിഷിന്റെ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. ബെസ്റ്റ് ബ്ലോഗറിനെ കണ്ടെത്തുന്നതിനുള്ള ക്യാമ്പയിന്റെ ആഡ് ആയിരുന്നു അത്. ആവണിക്ക് കാര്യം മനസ്സിലായി. അവൾ ആയുഷിനെ വിളിച്ചു. ഇതുകൊണ്ട് എന്ത് കാര്യം? റീഡേഴ്സ് ആയുഷ്മാനെ അല്ല തിരഞ്ഞെടുക്കുന്നത് എങ്കിലോ? അങ്ങനെ ആവാൻ സാധ്യത കുറവാണ്. അവനാണിപ്പോൾ ഏറ്റവും റീച്ചുള്ള ബ്ലോഗർ. ഇനി അവനെ അല്ല റീഡേഴ്സ് ചൂസ് ചെയ്യുന്നതെങ്കിലും വിന്നർ ആയുഷ്മാൻ തന്നെയായിരിക്കും. അതെങ്ങനെ? അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. ഒരു കാര്യം കൂടി. എന്താ? അവൻ ആരെന്ന് നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ ഞാൻ പ്രതീക്ഷിക്കും നീ അവനെ അറിയേണ്ട എന്ന് പറയുന്നത് കേൾക്കാൻ. ഇല്ല, എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ മറുപടി പറയണ്ട, ബൈ. ആയുഷ് പറഞ്ഞതൊന്നും അവൾ ചെവിക്കൊണ്ടില്ല. ആയുഷ് അവനെ കണ്ടെത്തിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആയുഷ്മാൻ ആരെന്നറിയാനുള്ള ആകാംക്ഷ മാത്രമായി അവളുടെ മനസ്സിൽ. ദേവൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആദ്യമായി ആവണി ഒരു കാര്യം അവനിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു. ആയുഷ്മാൻ, നിന്നിലേക്കിനി അധിക ദൂരം ബാക്കിയില്ല. ആവണിയുടെ മെസ്സേജ് വായിച്ച് ആയുഷ്മാൻ ഒരു നിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് സ്വയം പറഞ്ഞു. അതെ, എനിക്കും നിനക്കുമിടയിൽ ഒരു മിഴിദൂരം മാത്രം ബാക്കി. വരാൻ പോകുന്ന നിമിഷങ്ങളെ എങ്ങനെ അതിജീവിക്കും എന്ന് അവൻ ഭയത്തോടെ ഓർത്തു. തറവാടിന്റെ നടുത്തളത്തിൽ ലാപ്പിലേക്ക് മിഴികൾ ഊന്നി അവൾ നിന്നു. ആവണി മാത്രമല്ല, തറവാട്ടിലെ പൂച്ചക്കുട്ടി പോലുമുണ്ട്. അക്ഷമയും ആശങ്കയും പിന്നെ എന്തൊക്കെയോ ഭാവങ്ങൾ എല്ലാവരുടെയും മുഖത്ത് മിന്നിമായുന്നു. കഴിഞ്ഞ ഒരാഴ്ചയേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ഈ മിനിറ്റുകൾ തള്ളി നീക്കാനാണ് എന്ന് ആവണിക്ക് തോന്നി. ആയുഷ്മാൻ ആരെന്ന ചോദ്യമാണ് എല്ലാവരുടെയും മുഖത്ത് കത്തുന്നത്. ദേവന്റെ നെഞ്ചിടിപ്പ് ആവണിയുടേതിനേക്കാൾ ഉയരത്തിലായി. അടുത്ത നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കുക? ആരുടെ മുഖമാണ് ആ സ്ക്രീനിൽ തെളിയാൻ പോകുന്നതെന്ന് ഓർക്കുന്തോറും അവന്റെ ശരീരം തളരാൻ തുടങ്ങി. ആയുഷ് അവസാനം വരെയും ആവണിയുടെ കോൾ പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ അവൻ അനുവാദം നൽകി. ഇറ്റ്സ് എ ടൈം ടു അനൗൺസ് റീഡേഴ്സ് ചോയ്സ്. ഏതോ ആങ്കറിന്റെ ശബ്ദം കാതിൽ പതിച്ചതും ദേവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആവണിയുടെ ആകാംക്ഷ അവന്റെ കയ്യിൽ മുറുകുന്ന അവളുടെ ശക്തിയിൽ ദേവൻ അറിഞ്ഞു. സമയം വീണ്ടും ഫ്രീസിംഗ് പോയിന്റിലേക്ക് താഴ്ന്നു. അടുത്ത നിമിഷം സ്ക്രീനിൽ ആയുഷ്മാൻ എന്ന പേരിനൊപ്പം ആ മുഖം തെളിഞ്ഞു. ദേവന്റെ മുഖം. ആവണിയുടെ കൈ വീണ്ടും ദേവന്റെ കയ്യിൽ മുറുകി. ആയുഷ്മാൻ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നു. മഹാദേവൻ മേനോൻ. പിന്നീട് പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല. ദേവൻ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. വാട്ട്? അവിശ്വസനീയതയോടെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അടുത്ത നിമിഷം തന്റെ കൈക്കുള്ളിൽ ആവണിയുടെ കൈ അയയുന്നത് അവൻ അറിഞ്ഞു. എല്ലാവരും ഞെട്ടലോടെ ദേവനെ നോക്കി. എല്ലാ ചുണ്ടുകളും ചലിച്ചു. ദേവൻ? പിന്നെ എല്ലാവരും ആരോ പറഞ്ഞിട്ടെന്ന പോലെ തല ചരിച്ച് ആവണിയെ നോക്കി. അവൾ പ്രജ്ഞ നഷ്ടപ്പെട്ടവളെ പോലെ എല്ലാവരെയും തുറിച്ചു നോക്കി. ആ നോട്ടം ദേവനിൽ അവസാനിച്ചു. ആവണി ശ്വസിക്കുന്നില്ലെന്ന് അവന് തോന്നി. അവൾ അവന്റെ കൈവിട്ട് പിറകോട്ട് അടിവെച്ച് ഭിത്തിയിൽ വന്നിടിച്ചു നിന്നു. ശരീരം തളർന്ന് ഭിത്തിയിലൂടെ ഊർന്ന് തറയിലേക്കിരുന്നു. ബോധം നഷ്ടപ്പെടാതിരിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും അവൾ തോൽവി സമ്മതിച്ച് നിലത്തേക്ക് വീണു. ആവണി പതിയെ കണ്ണുകൾ തുറന്നു. എന്നത്തെയും പോലെ പതിവ് കാഴ്ചകളായിരുന്നില്ല അവളുടെ കൺമുന്നിൽ. തൂവള്ള പെയിന്റ് അടിച്ച സീലിംഗിൽ അവൾ പഴയ ഫാൻ കണ്ടില്ല. പകരം എയർ കണ്ടീഷന്റെ തണുപ്പ് അവളിലേക്ക് അരിച്ചു കയറി.
ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള വിൻഡോ കർട്ടനുകൾ നിശ്ചലം തൂങ്ങുന്നു. മൂവീസിൽ മാത്രം കണ്ടിട്ടുള്ള വെൽ ഫേർണിഷ്ഡ് ഹോസ്പിറ്റൽ റൂമിൽ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തല ചെരിച്ചു നോക്കി. തൊട്ടരികിലായി വൈറ്റ് കളർ പാൻസും ഷർട്ടും ഇട്ട് ID കാർഡ് കഴുത്തിൽ തൂങ്ങുന്ന ഒരു മാലാഖ തന്നെ നോക്കി ചിരിക്കുന്നു. അവൾക്ക് ചിരി വന്നില്ല. ഒരു ശൂന്യതയായിരുന്നു മനസ്സ് നിറയെ. ആവണി, ആ നേഴ്സ് സ്നേഹത്തോടെ മനോഹരമായി വിളിച്ചു. ഇത് ഏത് ഹോസ്പിറ്റലാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അമ്മ പുറത്തുണ്ട്. ഇത് ICU ആണ്. പേടിക്കണ്ടാട്ടോ. എനിക്ക് അമ്മയെ കാണണം. ആദ്യമായി അവൾ ദേവന് പകരം അമ്മയെ തിരക്കി. അമ്മയ്ക്ക് പകരം മറ്റൊരാളില്ല എന്ന് ആദ്യമായി അവൾക്ക് തോന്നി. എത്രയൊക്കെ വഴക്കിട്ടാലും ദേഷ്യപ്പെട്ടാലും ഏത് സാഹചര്യത്തിലും പെറ്റമ്മ കൂടെ ഉണ്ടാവുമെന്നത്, അല്ലെങ്കിൽ അവരെ ഉണ്ടാവൂ എന്നും അവൾക്ക് തോന്നി. മോളെ, വിളി കേട്ട് അവൾ ഞെട്ടി കണ്ണു തുറന്നു. അച്ഛൻ, മാധവൻ തമ്പി. അമ്മയെ പ്രതീക്ഷിച്ച് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അച്ഛനായിരുന്നു. അവൾ ചാടി എഴുന്നേറ്റ് അയാളുടെ കഴുത്തിലൂടെ വട്ടം പിടിച്ചു. തോളിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. അയാൾ തന്റെ പൊന്നുമകളെ ഇരു കൈയാലും പൊതിഞ്ഞു പിടിച്ചു. അവളുടെ ഏങ്ങലടികൾ കൂടുന്തോറും അയാളുടെ കണ്ണുകൾ കുറുകി വന്നു. ആ നയനങ്ങളിൽ അഗ്നി ജ്വലിക്കാൻ തുടങ്ങി. കുറെ കരഞ്ഞപ്പോൾ അവൾക്കൊരാശ്വാസം പോലെ തോന്നി. അവൾ അച്ഛന്റെ തോളിൽ നിന്നും മുഖമുയർത്തി. അവണി, അച്ഛന്റെ മുഖത്തേക്ക് നോക്ക്. അവൾ ആ മുഖത്തേക്ക് നോക്കി. അയാൾ തന്റെ വിരലുകൾ കൊണ്ട് അവളുടെ കവിളിൽ ചാലിട്ട കണ്ണുനീർ തുടച്ചു കളഞ്ഞു. ഈ കണ്ണുനീരിനൊപ്പം കഴിഞ്ഞതെല്ലാം ഒന്നും ബാക്കി വെക്കാതെ എല്ലാം ഒഴുക്കിക്കളഞ്ഞേക്കണം. ഈ നിമിഷം മുതൽ നീ ആ പഴയ ആവണിയല്ല. ആവണി മാധവൻ തമ്പി എന്ന നിന്റെ പേര് പോലെ തന്നെ നീ മാധവൻ തമ്പിയുടെ മകളായി മാറണം. ഇനി എന്റെ കുട്ടി കിടന്നോളൂ. അച്ഛൻ പുറത്തുണ്ടാവും. അയാൾ പുറത്തേക്ക് പോയി. അച്ഛനായിരിക്കും തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സാധാരണ കാണാറുള്ള ഹോസ്പിറ്റലിൽ കാണാതെ എന്തുകൊണ്ടാവും ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിൽ എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടാവുക? ദേവേട്ടൻ. ആ ചിന്ത വന്നതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒന്നും ഓർമ്മിക്കാൻ താല്പര്യമില്ല എന്നതുപോലെ. വേണ്ട, ഒന്നും അറിയണ്ട, ഒന്നും ആലോചിക്കേണ്ട, അവൾ സ്വയം പറഞ്ഞു. തന്നെ തിരിച്ചറിഞ്ഞ ശേഷം ആവണിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആയുഷ്മാൻ തന്റെ മുറിയിലൂടെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ഈശ്വര, അരുതാത്തതൊന്നും സംഭവിക്കല്ലേ. ഒരു മൗന പ്രാർത്ഥന അവനിൽ നിന്നും ഉയർന്നു. ദേവനോട് എന്താണ് പറയേണ്ടത്? അവനെ കുറ്റപ്പെടുത്തണോ ആശ്വസിപ്പിക്കണോ എന്നറിയാതെ തറവാട്ടിലുള്ളവരും. ഉമ അവന്റെ അടുക്കൽ നിന്നും മാറാതെ നിന്നെങ്കിലും അവൻ അവളെയും തന്റെ മുറിയിൽ നിന്നും പുറത്താക്കി. ആവണിക്കൊന്നും വരുത്തല്ലേ. അവൻ ഈശ്വരന് മുന്നിൽ കൈകൂപ്പി.